കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാൻ നീക്കവുമായി പോലീസ്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെതാണ് നീക്കം. കേസിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. വിനിത വിജയ് വിവരങ്ങളുമായി ചേരും. വിനിത പറയും. എസ്കെൻ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലേക്കൊരു നീക്കം നടത്തുന്നത്. ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ആലോചനകൾ നടത്തുകയാണ് അന്വേഷണ സംഘം. അത്തരത്തിലേക്കുള്ള നീക്കം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്നും ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ഈ കോളേജിലെ കൂടുതൽ ആളുകളുടെ മൊഴികൾ കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്താൻ ഒരു തയ്യാറെടുപ്പ് കൂടി നടത്തുകയാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വനിതാ കമ്മീഷൻ അംഗങ്ങൾ അവർ കൊൽക്കത്തയിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ അതിക്രമമുണ്ടായ കോളേജിലെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇനി ഈ ഇരയെ, ഈ വിദ്യാർത്ഥിനിയെ കണ്ട് അവരുടെ കുടുംബവുമായി സംസാരിക്കാനുള്ള ഒരു നീക്കം കൂടി ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കൊൽക്കത്തയിലെ കേസുമായി ബന്ധപ്പെട്ട BJP പ്രത്യേകമായിട്ടുള്ള ഒരു അന്വേഷണ സമിതിയെ പാർട്ടി തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മുൻ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഉൾപ്പെടെയുള്ളവർ ആ സംഘത്തിലുണ്ട്. അവരും ഇന്ന് കൊൽക്കത്തയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പ്രതികൾക്ക് നേരത്തെ തന്നെ ചില ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ട് ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ വിദ്യാർത്ഥികൾ, ഈ 3 പേരിൽ, ഈ പ്രതിസ്ഥാനത്തുള്ള 3 പേരിൽ 2 പേർ നിലവിൽ ആ കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ എങ്ങനെ കോളേജിൽ പ്രവേശിപ്പിക്കാൻ കഴിയുമെന്നാണ് മീനാക്ഷി ലേഖി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതി വളരെ കൃത്യമായി അന്വേഷിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറുവശത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് കോളേജിലെ കൂടുതൽ ആളുകളുടെ മൊഴിയടക്കം അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്യും. SK. ഓക്കെ വിനിത വിജയ്, താങ്ക് യു.